കർത്താവ് ഇപ്പോൾ യാത്ര അവരെ അയച്ചേക്കുന്ന എങ്ങോട്ടാ? മക്കദോന്യ. മനോഹരമായ പട്ടണത്തിൽ എത്തിച്ചേർന്ന് പ്രാർത്ഥനയോടെ ദൈവം നൽകിയ ദർശനം എന്താ? ദൈവം നൽകിയത് ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ. വളരെ പ്രാർത്ഥനയോടെ ആ ദേശത്തേക്ക് അവർ പ്രവേശിച്ചു. മക്കദോന്യ പട്ടണത്തിലെത്തി ആത്മാക്കളെ നേടാൻ വലിയ കൊതിയോടെ യാത്ര ചെയ്ത പൗലോസും ശീലാസും സഹോദരങ്ങളും കാണുന്നത്, കുറേ സഹോദരങ്ങൾ അവിടെ ഇരിക്കുന്നു. അവരോട് ദൈവവചനം പറഞ്ഞപ്പോൾ ഒരു സഹോദരിയോട് ദൈവം ഇടപെട്ടു. ഒത്തിരി പേര് അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ വചനം കേൾക്കാൻ വേണ്ടി ഒരാളുടെ ഹൃദയം ദൈവം അങ്ങ് തുറന്നു. എന്തു മനോഹരമാണ്! നമ്മളൊക്കെ ഇപ്പൊ കേൾക്കുന്ന ഏതിക്കിടെ കേൾക്കുന്നേ? ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കുക. ചിലർ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഞാൻ ഇപ്പൊ ചോദിക്കാൻ പോവാ. കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? എൻ്റെ സൗണ്ടിനും കുഴപ്പമില്ല, മൈക്രോഫോണിനും കുഴപ്പമില്ല, സ്പീക്കറിനും കുഴപ്പമില്ലാത്തതുകൊണ്ട് നിങ്ങൾ എല്ലാം കേൾക്കുന്നുണ്ട് അല്ലേ? കേൾക്കുന്നില്ലേ? എല്ലാവരും ചെവിയും ഒക്കെയാണ്. പക്ഷേ ഇവിടെ കേട്ടത് ചെവി കൊണ്ടല്ല കേട്ടത്, ഹൃദയം കൊണ്ട് കേട്ടു. നോക്കിക്കേ, മനസ്സുകൊണ്ട് കേട്ടു. ചെവി കൊണ്ട് കേൾക്കുമ്പോൾ എന്താ കുഴപ്പമെന്നറിയാമോ? ചെവി കൊണ്ട് കേൾക്കുമ്പോൾ എന്താ കുഴപ്പം? ഈ ചെവിക്കിടെ കേൾക്കും, ഇവിടെ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഈ ചെവിക്കിടെ അങ്ങ് പോകും. ഈ ചെവിക്കിടെ കേൾക്കും, ഈ ചെവിക്കിടെ പോകും. അതുകൊണ്ടാണ് നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും ചില സമയങ്ങളിൽ വരാത്തത്. പക്ഷേ പരിശുദ്ധാത്മാവിനോട് നമ്മളൊന്ന് കൊതിയോട് പറയണം, കർത്താവേ, ഇന്നത്തെ വചനം എന്റെ ഹൃദയം കൊണ്ടൊന്ന് കേൾക്കാൻ, ഓരോ ദിവസവും ദൈവം ഇടപെടുന്നത് ഹൃദയം കൊണ്ടൊന്ന് കേൾക്കാൻ ആ ഹൃദയം ഒന്ന് തുറക്കണേ കർത്താവേ. ഹൃദയത്തിന്റെ പ്രത്യേകത സാധാരണ പറയുന്നത്, ഹൃദയത്തിന്റെ വാതിലിനൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഹൃദയത്തിന്റെ മറ്റു വാതിൽക്കല്ല കുറ്റിയുള്ളത്, പൂട്ടുള്ളത് എവിടെയാ? പുറത്താണ്. ഹൃദയത്തിന്റെ വാതിലിന് മാത്രം പ്രത്യേകതയാണ്, അകത്താണ് പൂട്ടും കുറ്റിയും എല്ലാം കിടക്കുന്നത്. ആർക്കേ തുറക്കാൻ പറ്റൂ? അകത്തുള്ളവർക്കേ. ഒരു പൂവുമായിട്ട് മുട്ടുകുത്തി, ഒരു മോതിരവുമായി മുട്ടുകുത്തി ഇങ്ങനെ ചോദിക്കുന്ന കേട്ടിട്ട്, നിന്റെ ഹൃദയത്തിൽ ഒരു അല്പം ഇടം എനിക്ക് തരാമോ എന്ന് ചോദിക്കും അല്ലേ? കാര്യം എന്താ? ഹൃദയത്തിലേക്ക് കയറണമെങ്കിൽ ആരനുവദിക്കണം? മറ്റൊരാള് അനുവദിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഒരാൾക്ക് സ്ഥാനം ഉണ്ടാകണമെങ്കിൽ മറ്റൊരാൾ നമ്മൾ അനുവദിച്ചേ മതിയാകും. കർത്താവ് അത് തന്നെയാ വെളിപ്പാട് പുസ്തകം 3:20 പറയുന്നത്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നു കൊടുത്തിട്ട്, യേശുവേ, ഈ ചെവി ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടതാ ഞായറാഴ്ച പള്ളി പോയപ്പോ, അത് പോരെ കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നീ ഒന്ന് വരണേ, എന്റെ ഹൃദയത്തിലൊന്ന് താമസിക്കണേ, എന്നോട് കൂടെ വസിക്കണേ കർത്താവേ. ചെവി കൊണ്ടുള്ള കേൾവിക്ക് പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ ഇവിടെ വചനം കേട്ട് ആരാധിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇതിനേക്കാൾ വലിയ കുറ്റങ്ങളും കുഴപ്പങ്ങളും നമ്മൾ പുറത്ത് കേൾക്കുന്നത്. ചെവി കൊണ്ട് അത് കേട്ട് ഇതങ്ങ് വിട്ടുപോകും. പക്ഷെ ഹൃദയം കൊണ്ട് കേൾക്കുന്നവരുണ്ടോ? ഈ വചനം നിങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അത് 100 മേനി ഫലമായി മാറാൻ പോകുക.